ഇമാമിന്റെ പിന്നിലാകുമ്പോഴും ഓതണം. പ്രവാചകന്റെ നിർദ്ദേശമാണത്. അൻ നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലല്ലാ സ്വലാത്തൻ ലം യഖറഅ ഫീഹാ ബിഫാത്തിഹത്തിൽ കിതാബി ഫഹിയ ഖിദാജുൻ യഖൂലുഹാ സലാസൻ ഫഖീല ലി അബീ ഹുറൈറ ഇന്നാ നഖൂലു വറാഅൽ ഇമാം ഫഖാല ഇഖ്റഅ ബിഹാ ഫീ നഫ്സിക് فإني سمعت رسول الله صلى الله عليه وسلم يقول قال الله عز وجل قسمت الصلاة بيني وبين عبدي نصفين ولعبدي ما سأل فإذا قال الحمد لله رب العالمين قال الله حمدني عبدي فإذا قال الرحمن الرحيم قال الله أثنى علي عبدي فإذا قال مالك يوم الدين قال الله مجدني عبدي وإذا قال إياك نعبد وإياك نستعين قال الله هذا بيني وبين عبدي ولعبدي ما سأل فإذا قال اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين قال هذا لعبدي ولعبدي ما سأل. ഇത് ഇമാം മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി ഈ ഹദീസിന്റെ പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചതാണ്. എന്താണ് ഇതിൽ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നിസ്കാരമല്ല. ഇത് നബി 3 പ്രാവശ്യം പറഞ്ഞു. ഫഹിയ ഖിദാജുൻ, അത് അപൂർണമാണ് എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് വേറൊരാൾ ചോദിച്ചു, ഇന്നാ നകൂനു വറാഅൽ ഇമാം, ഞങ്ങൾ ഇമാമിന്റെ പിന്നിലാണെങ്കിലോ, ഞങ്ങൾ മഅ്മൂമീങ്ങളായി നിൽക്കുന്ന അവസരത്തിലും ഇങ്ങനെ ചെയ്യണമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇഖ്റഅ ബിഹാ ഫീ നഫ്സിക, നീ രഹസ്യമായിട്ട് ഓതണം, ഉറക്കം ഓതണ്ട. മഅ്മൂമീങ്ങളാരും ഉറക്കം ഓതരുത്. ഇമാമിന്റെ ഓത്ത് വസ്വാസാകുന്ന രൂപത്തിൽ ഉറക്കം ഓതാൻ പാടില്ല. ശ്രദ്ധിച്ച് കേട്ട് അതോടൊപ്പം ഇവൻ പതുക്കെ അവന്റെ മനസ്സിൽ അവൻ ഓതട്ടെ. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പടച്ചോൻ എന്താ പറഞ്ഞത്? നിസ്കാരം എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ ഞാൻ 2 പകുതിയായി ഭാഗിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വലിഅബ്ദി മാ സഅല, എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് എന്താണെങ്കിൽ ഞാൻ നൽകുന്നു. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മളിൽ ഒരാൾ പറഞ്ഞാൽ പടച്ചവൻ പറയും അത്രേ, ഹമിദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹു സന്തോഷം കൂറുന്ന അവസരമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നാഥനാണ് സർവസ്തുതിയും, സർവലോക രക്ഷിതാവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ പടച്ചവനുടനെ പറയുന്നു, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹു സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഫൈദാ ഖാല അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ അല്ലാഹു പറയും, എന്റെ അടിമ അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ കൂടുതലായി പ്രകീർത്തനവും പുകഴ്ചയും നൽകിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ അല്ലാഹു പറയും, മജ്ജദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. എന്റെ അടിമ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ, നിന്നെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുമ്പോ അല്ലാഹു പറയും, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ളൊരു കരാറാണ്, ഇത് ഇപ്പോൾ നടന്നത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ളൊരു പ്രതിജ്ഞയാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്റെ അടിമക്ക് ചോദിക്കാനുള്ള അവസരമാണെന്ന് അല്ലാഹു തആല പറയും. അപ്പോഴാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ ശരിയായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നിങ്ങനെ വലല്ലാഹീൻ പറയുമ്പോ അല്ലാഹു പറയും, എന്റെ അടിമക്ക് അവൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ കൊടുക്കാൻ സന്നദ്ധനാണ്. വലിഅബ്ദി മാ സഅല, എന്റെ അടിമക്ക് അവൻ ചോദിച്ചത് കൊടുക്കാൻ സന്നദ്ധനാണ്. ഇത്ര പ്രാധാന്യപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഈ തത്വം ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങളുടെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തേണ്ടതല്ല എന്ന നിലക്കാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ നിസ്കാരത്തിൽ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നാലും ഫാത്തിഹ ഓതിയിരിക്കണം എന്ന് പറയുന്നതിന് തെളിവായി സ്വീകരിച്ചത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി തിരുമേനി ഒരിക്കൽ ഒരു സുബഹി നിസ്കാരം നിർവഹിച്ചു. ഫസഖുലത്ത് അലൈഹിൽ ഖിറാഅ, അങ്ങനെ നബിക്ക് ഓത്തിന് ഇത്തിരി വിഷമം നേരിട്ടു. ക്ഷീണം തോന്നിയപ്പോ കൂടുതൽ ശബ്ദം ഉയർത്തി ഓതാൻ സാധിച്ചില്ല. നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ ഈ അവസരത്തിൽ ബാക്കിന്ന് മഅ്മൂമീങ്ങൾ ഇങ്ങനെ ഓതുന്നതായിട്ട് റസൂലുള്ളാഹി കേൾക്കുകയും ചെയ്തു. അപ്പൊ നബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഇന്നി അറാക്കും തഖറഊന വറാഅ ഇമാമിക്കും, നിങ്ങളുടെ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ ചിലരൊക്കെ ഓടുന്നത് ഞാൻ കേട്ടല്ലോ, ശരിയാണോ? സ്വഹാബത്ത് പറഞ്ഞു, ഖുൽനാ യാ റസൂലല്ലാഹി വല്ലാഹ്, പടച്ചവനെ തന്നെ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ഓതിയിരുന്നു. എപ്പ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇല്ലാ ബി ഉമ്മിൽ ഖുർആൻ, ഫാത്തിഹ സൂറത്തല്ലാതെ നിങ്ങൾ മറ്റൊന്നും ഓതേണ്ടതില്ല. ഞാൻ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂടെ അങ്ങനെ സൂറത്ത് ഓതാൻ നിൽക്കരുത്. ഫാത്തിഹ നിങ്ങൾക്ക് ഓതാം, അത് നിങ്ങൾക്ക് സ്വയം ഓതാം. എന്തുകൊണ്ട്? ഫഇന്നഹു ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഹാ,
ഫാത്തിഹ സൂറത്ത് റക്അത്തിൽ ഓതാത്തവര് നിസ്കാരമില്ല. അതുകൊണ്ട് ഫാത്തിഹ നിങ്ങൾ ഓതാ, മറ്റുള്ളതൊക്കെ നിങ്ങൾ കേട്ടു നിന്നാ മതി എന്ന് പ്രവാചകൻ അവിടെ വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ ഫാത്തിഹയുടെ കാര്യത്തിൽ ഫാത്തിഹ നിർബന്ധമാണ് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിഷയത്തിലുള്ള ഭിന്നത എന്താണ്? അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്നൊരു ഗ്രന്ഥമുണ്ട്. വിവിധ മദ്ഹബുകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചൊരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അതിന്റെ മുസന്നിഫ് രചയിതാവ് പറയുന്നു, فقد اتفق ثلاثة من الأئمة على أن قراءة الفاتحة في جميع ركعات الصلاة فرض. 3 ഇമാമിയങ്ങളും യോജിച്ചിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ 3 ആളും യോജിച്ചിട്ടുണ്ട്. എന്തിൽ? അല അന്ന ഖിറാഅത്തൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യൽ ഫീ ജമീഇ റക്അാത്തിസ് സ്വലാത്തി ഫർളുൻ, നിസ്കാരത്തിലെ എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതൽ ഫർളാണ്. ഏത് നിലയ്ക്ക് തന്നെ? ബിഹൈസു ലൗ തറകഹൽ മുസല്ലി ആമിദൻ ഫീ റക്അത്തിൻ മിനർ റക്അാത്ത് ബതലത്തിസ് സ്വലാ. ഏത് നിലയ്ക്കാ ഫർള് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു റക്അത്തിൽ നിസ്കരിക്കുന്നവൻ മനഃപൂർവ്വം ഫാത്തിഹ ഓതാതെ വിട്ടുകളഞ്ഞാൽ ബതലത്തിസ് സ്വലാ, നിസ്കാരം ബാത്തിലാകും എന്ന നിലക്ക് തന്നെ 3 ഇമാമിയങ്ങളും യോജിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മാ ലൗ തറകഹാ സഹ്വൻ, ഇനി ഇവർ തന്നെ പറയുന്നത് എന്താണ്? ഒരാളിത് മറന്നിട്ട് ഫാത്തിഹ ഓതിയില്ല, എന്നാൽ ഫഅലൈഹി അൻ യഅ്തിയ ബിർറക്അത്തി അല്ലതി തറകഹാ ഫീഹാ, അവൻ നഷ്ടപ്പെടുത്തിയ മറന്നുപോയ റക്അത്തുണ്ടല്ലോ അതവൻ വീണ്ടെടുക്കണം. ഫാത്തിഹ മറന്നു എന്നുള്ളതിന്റെ പേരിൽ അവൻ ആ റക്അത്ത് പിന്നെ ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഒറ്റയ്ക്ക് നിസ്കരിച്ച റക്അത്ത് വീട്ടിക്കൊള്ളണം. വഖാലഫൽ ഹനഫിയ്യത്തു ഫീ ദാലിക, ഹനഫികൾക്ക് ഈ വിഷയത്തിൽ ഭിന്നഭിപ്രായമുണ്ട്. 3 ഇമാമിങ്ങളുടെ അഭിപ്രായമല്ല ഹനഫികൾക്കുള്ളത്. എന്താണ് ഹനഫികൾ പറയുന്നത്? ഫഖാലു, അവരഭിപ്രായപ്പെടുന്നു, ഇന്ന ഖിറാഅത്തൽ ഫാത്തിഹ ഫിസ് സ്വലാ ലൈസത് ഫർളൻ ഫഇന്നമാ ഹിയ വാജിബ്, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ ഫർളല്ല, വാജിബ് മാത്രാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിൽ നമ്മൾ വാജിബ് എന്ന് പറയും പോലെയല്ല, ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല എന്നർത്ഥം. നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നില്ല, മുഅക്കദായ സുന്നത്ത്, ശക്തിയായ സുന്നത്ത് ഒഴിവാക്കിയ കുഴപ്പമൊന്നുമില്ല. ആ അർത്ഥമാണ് ഹനഫി മദ്ഹബിന്റെ ഉസൂലിൽ വാജിബിന് നൽകപ്പെട്ടിട്ടുള്ള നിർവചനം. അതാണിവിടെ ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. വൈൻ ശിഅ്ത ഖുൽതു സുന്ന മുഅക്കദ, മുഅക്കദായ ഒരു സുന്നത്ത് ബിഹൈസു, എങ്ങനെ? ലൗ തറകഹാ അംദൻ, ഒരാൾ മനഃപൂർവ്വം തന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ തീരെ ഉപേക്ഷിച്ചാലും ഫഇന്ന സലാത്തഹു ലാ തബ്തുൽ, അവന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. ഇതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. ഇത് അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ എന്ന നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥത്തിൽ അതിന്റെ 1-ാം വാള്യം 229-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഹനഫി മദ്ഹബാണ് മൗമൂമായാലും ബാക്കിൽ ഉറക്ക നിസ്കരിക്കുമ്പോഴായാലും പതുക്കെ നിസ്കരിക്കുന്നവരായിരുന്നാലും ഫാത്തിഹ ഓതിക്കൊള്ളണമെന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുന്നത് ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ള അഭിപ്രായമാണ്. ഹനഫികൾ ഇതിന് പറയുന്ന ഒരു തെളിവെന്താണ്? ആ തെളിവിനെ പണ്ഡിതന്മാര് ഖണ്ഡിച്ചു കളയുകയാണ്. ഫാത്തിഹ ഓതേണ്ടതില്ല, ബാക്കിൽ നിൽക്കുന്നവർ ഓതേണ്ടതില്ല എന്ന് പറയുന്നതിന് മറുപക്ഷം ഉദ്ധരിക്കുന്നവരെ തെളിവിനെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും എതിർക്കുന്നത് കാണുക. എന്താണ് അവർ പറയുന്നത്? മഅ്മൂമീങ്ങൾ ഒരു നിലക്കും സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാർ തെളിവ് പറയാറുള്ളത് ബിഹദീസി, താഴെ പറയുന്ന ഹദീസാണ്. ഏതാ അവർക്കുള്ള തെളിവ്? മൻ സല്ലാ ഖൽഫ ഇമാമിൻ, ആരെങ്കിലും ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅ, ഇമാമിന്റെ ഓത്ത് തന്നെ ഇവന്റെയും ഓത്താണ്. അപ്പൊ ഇമാമിന്റെ പാരായണം മതി ഇവൻ പ്രത്യേകം പാരായണം ചെയ്യേണ്ടതില്ല എന്ന ഒരു ഹദീസാണ് ഹനഫികൾ തെളിവ് പിടിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലാകിന്നഹു ഹദീസുൻ ലഈഫുൻ ഇൻദൽ ഹുഫാദ്, എന്നാൽ ഈ പറഞ്ഞ ഈ ഹദീസ് ഉണ്ടല്ലോ, അത് ഹദീസിനെ സംബന്ധിച്ച് ഇവരമുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ അത് ദുർബലമായ ഹദീസാണ്. അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ പരമ്പരകളെയും എടുത്തു പറയുകയും അവയെല്ലാം ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ന്യൂനതകൾ എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് തെളിവിന് കൊള്ളൂല. ഇതെവിടെ പറഞ്ഞതാ? ശാഫിഈ മദ്ഹബിലെ തന്നെ പ്രമുഖ പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് തന്നെ ഇമാം ബുഖാരിക്കൊരു ശർഹ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫത്ഹുൽ ബാരി എന്ന പേരിൽ അറിയപ്പെടുന്ന 12-13 വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ 2-ാം വാള്യം 192-ാമത്തെ പേജിൽ അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ മദ്ഹബിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഹനഫികൾക്കാണ്. അവരാണ് ഈ ബാക്കിലൊക്കെ മുഅ്മിനീങ്ങൾ ഓതിയിട്ടില്ലേലും പ്രശ്നമില്ല എന്ന് പറയുന്നത്. മറ്റുള്ളവരൊക്കെയും ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതിയിരിക്കണം, ഇല്ലെങ്കിൽ ആ നിസ്കാരമല്ല എന്ന അഭിപ്രായക്കാരാണ്. അപ്പൊ ഹദീസുമായിട്ട് യോജിക്കുന്നതും ഈ 3 ഇമാമിയങ്ങളുടെ അഭിപ്രായമാണ്. മറ്റുള്ളത് ഹദീസുമായിട്ട് യോജിക്കുന്നില്ല. ഇമാമിന്റെ പിന്നിലാകുമ്പോഴും